എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു പ്രമുഖ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിനെ പറ്റി വായിക്കാനിടയായി. അപ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്താണെന്ന് ഒന്ന് രണ്ട് ആൾക്കാർ എന്നോട് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഈ പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റിസ്ക് പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽപ്പെട്ട ഇൻവെസ്റ്ററാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം സ്കീം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ റിസ്ക് എത്രത്തോളം എടുക്കാൻ പറ്റും, ഏത് ടൈം ഫ്രെയിമിലുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് റിസ്ക് പ്രൊഫൈലിംഗ് എപ്പോഴും സഹായിക്കും. അപ്പോൾ റിസ്ക് പ്രൊഫൈലിംഗ് ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സ്കോറിൻ്റെ ബേസിൽ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മളൊരു ബാലൻസർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണോ, കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റർ ആണോ, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് ശേഷമാണ് നമ്മൾ ഒരു സ്കീം സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ അസറ്റ് ക്ലാസ്സിലും നമുക്ക് എത്ര എക്സ്പോഷർ വേണം എന്നുള്ള ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 1-2 വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ വാല്യൂഷൻ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അത് പഴയ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിനാണ് റീബാലൻസിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് ഒരു 40 രൂപ നമ്മൾ ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത്, 40 രൂപ 65 രൂപയെന്ന് വിചാരിച്ചോ. അത് 100 രൂപയാവാം, 1 ലക്ഷം രൂപയാവാം, അല്ലെങ്കിൽ 1 കോടി രൂപയാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 40 രൂപ 65 രൂപ ആവുകയാണെങ്കിൽ നമ്മളുടെ ആ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് വളരെയധികം കൂടി നിർത്താം. അപ്പോൾ നമ്മുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമ്മൾ 40% ആണ് ഇക്വിറ്റിയിൽ വയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ ആ 25% എക്സ്ട്രാ കിട്ടിയ ആ പ്രോഫിറ്റിനെ നമ്മൾ ഏതെങ്കിലും ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞ ഏതെങ്കിലും അസറ്റ് ക്ലാസ്സിലേക്കോ മൂവ് ചെയ്യുന്നു. അതാണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ്. ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടാനും പിന്നെ ലോസ് ഒഴിവാക്കാനും ഒക്കെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഒരു ടാക്സ് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ടാക്സ് സേവ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 65% അതിൽ കൂടുതലോ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കിട്ടുന്ന അപ്രിസിയേഷൻ, അതായത് 1 കൊല്ലം കഴിഞ്ഞ് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ ഉണ്ടാവുമല്ലോ, അതിനാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്, 1 വർഷത്തിന് ശേഷം. അപ്പോൾ ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 1,25,000 രൂപ വരെ എക്സംഷൻ ഉണ്ട്. അതിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് മാത്രം ടാക്സ് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഈ 10 ലക്ഷം രൂപ നമ്മൾ വിൽക്കുന്ന സമയത്ത് 12 ലക്ഷം ആണെങ്കിൽ 2 ലക്ഷം രൂപയാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഈ 2 ലക്ഷത്തിൽ നിന്ന് 1,4 ലക്ഷം രൂപ എക്സംഷൻ കുറച്ചിട്ട് ബാക്കി 75,000 രൂപയ്ക്ക് നമ്മൾ 12.5% ടാക്സ് കൊടുത്താൽ മതി. അത് ടാക്സ് ബേർഡൻ വളരെയധികം കുറയ്ക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് വിൽക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രിൻസിപ്പൾ അത്രയും കൂടും. അപ്പോൾ നമ്മൾ പിന്നീട് ഫുള്ള് കൊടുക്കുന്ന സമയത്ത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്യുന്നത്. രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ആ പോർട്ട്ഫോളിയോയുടെ ഓവറോൾ പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ ഇപ്പോൾ ലാസ്റ്റ് 1 ഇയർ ഇക്വിറ്റി 2-3% റിട്ടേൺ കൊടുത്തുള്ളൂ എങ്കിൽ പോലും ഗോൾഡ് 20-25% റിട്ടേൺ കൊടുത്തു. അപ്പോൾ ഗോൾഡിൽ നിങ്ങൾക്ക് 10% 15% എക്സ്പോഷർ മാത്രമേ പാടുള്ളൂ എങ്കിൽ അത് ചിലപ്പോൾ ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ 50% എടുത്ത് മാറ്റുന്നത് ആ പോർട്ട്ഫോളിയോ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇതിൻ്റെ അകത്ത് അപ്പം ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു, ടാക്സ് സേവ് ചെയ്യാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ SIP ആണ് ചെയ്യുന്നതെങ്കിൽ, SIP എന്ന് വെച്ചാൽ നമ്മൾ മാസം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമുകൾ, അതിപ്പോൾ 1000 ആയിരിക്കാം, 5000 ആയിരിക്കാം, 10000 ആയിരിക്കും. അത് നമ്മളൊരു പർട്ടിക്കുലർ ഗോളിന് വേണ്ടിയിട്ടായിരിക്കും നോർമലി ചെയ്യുക. 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ 15 കൊല്ലത്തേക്കോ ഡിഫറെൻറ്റ് ഗോൾസിനായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പിന്നെ ഇത് നോക്കേണ്ട ആവശ്യമില്ല സത്യത്തിൽ. നമ്മളുടെ ആ ഗോളിന് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഗോൾ അടുക്കാറാവുമ്പോഴത്തേക്കും പോർട്ട്ഫോളിയോ റീബാലൻസിങ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സാധാരണ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് മാർക്കറ്റ്സിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ അത് പിന്നെ നമ്മൾക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നതിനും മറ്റും സഹായിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.